ശിവരാത്രി നിറവിലാണ് ശിവക്ഷേത്രങ്ങളെല്ലാം. പിതൃകർമ്മങ്ങൾക്കായി ജനലക്ഷങ്ങൾ എത്തിച്ചേരുന്ന മഹാശിവരാത്രി ആഘോഷത്തിന് ആലുവ മണപ്പുറത്തും തുടക്കമായി കഴിഞ്ഞു. 116 ബലിത്തറകൾ അവിടെ സജ്ജമാണ്. 1000 പേർക്ക് ഒരേ സമയം ബലിയിടാൻ കഴിയും. സൈഫുന്നിസ അലിയാർ നമുക്കൊപ്പം ശിവരാത്രി മണപ്പുറത്ത് കാത്തു നിൽക്കുകയാണ്. സൈഫുന്നിസ അലിയാർ, കുറച്ച് കൂടുതൽ സമയം ഞാൻ കാത്തു നിർത്തിയോ? ആളുകളൊക്കെ കൂടുതലായി എത്തിക്കൊണ്ടിരിക്കുകയാണോ? ഇപ്പോൾ ഇന്ന് രാത്രിയാണല്ലോ ഏറ്റവും വിശിഷ്ടം. ഇവിടെ ശിവരാത്രി മണപ്പുറത്തിൻ്റെ ഒരു പ്രത്യേകത, നമുക്ക് എത്ര നേരം ഇവിടെ നിന്നാലും ബോറടിക്കില്ല സുജയ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമുക്കിപ്പോൾ 4 മിനിറ്റ് ബ്രേക്ക് ആണെങ്കിലും 4 മണിക്കൂർ ബ്രേക്ക് ആണെങ്കിലും ഇവിടെ തന്നെ നിൽക്കാൻ തോന്നും. എന്തായാലും സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ ശിവരാത്രിക്ക് ബലിതർപ്പണത്തിനായി ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി 12 മണിക്ക് ആണ് ബലിതർപ്പണം, ശിവരാത്രിയുടെ ബലിതർപ്പണം ആരംഭിക്കുന്നത്. അമാവാസി ബലിതർപ്പണം, വാവുബലി നാളെ രാവിലെ 8:30 മുതലും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് രാത്രി രാത്രി ഉറക്കമുളച്ചിരുന്ന് രാവിലെ ബലിതർപ്പണം നടത്താൻ എത്തുന്നവരും നാളെ രാവിലെ ബലിതർപ്പണം നടത്തി പോകാനെത്തുന്നവരൊക്കെ ഉണ്ട്. പല ഭാഗങ്ങളിലായി, സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലായി എത്തുന്നവരാണ്. എവിടെ നിന്നാണ്? ആന്ധ്രയാണ്, വിശാഖപട്ടണം. ഇവിടെ വരാറുണ്ടോ? അത് ആദ്യമായിട്ടാണോ ശിവരാത്രിക്ക് ഇവിടെ ഇല്ല, ഫസ്റ്റ് ടൈം. ഇങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ടോ? ഇവിടെ ഇതിനു മുമ്പ് ബലിതർപ്പണം നടത്തുന്നതൊക്കെ കണ്ടിട്ടുണ്ടോ? ഇല്ല. പുതിയൊരു അനുഭവമാണ് ഇത്. ആന്ധ്രയിൽ നിന്ന് വന്നവരാണ്. നേരത്തെ പെരുമ്പാവൂർ, മണ്ണൂർ ഭാഗത്ത് നിന്ന് വന്നവരെ പരിചയപ്പെട്ടു. 116 ബലിത്തറകളാണുള്ളത് സുജയ. ഇവിടെ 116 ബലിത്തറകളിലും നേരത്തെ തന്നെ ബുക്കിംഗ് ഉണ്ട്. ബുക്ക് ചെയ്ത് ബലിതർപ്പണം നടത്തുകയും ചെയ്യാം. ഒപ്പം തന്നെ അദ്വൈതാശ്രമത്തിലുമുണ്ട്. ശിവരാത്രി മണപ്പുറത്തിന്റെ നേരെ ഓപ്പോസിറ്റുള്ള ശ്രീനാരായണ ഗുരു സ്ഥാപിച്ച അദ്വൈതാശ്രമത്തിലും ബലിതർപ്പണം നടക്കുന്നുണ്ട്. ഇവിടെ വേണ്ടത്ര സുരക്ഷാ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട്. 1500 പോലീസുകാരെ വിന്യസിച്ചിരിക്കുകയാണ്. എല്ലാ തരത്തിലും ഇവിടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് നിൽക്കുന്ന ഹണിത്തങ്കം നിൽക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഒരു പാലമാണ്. മണപ്പുറത്തേക്കുള്ള നടപ്പാതയാണ്. ആ നടപ്പാലത്തിലൂടെയും ഇപ്പോൾ 100 കണക്കിന് പേരാണ് ഓരോ മിനിറ്റുകളിലും ഇങ്ങോട്ടേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഹണിത്തങ്കത്തിന്റെ ഗംഭീര ഫ്രെയിമാണ്. ആലുവ മണപ്പുറത്തിന്റെ അവിടെയുള്ള തിക്കും തിരക്കും എല്ലാം സൈഫുന്നിസയ്ക്കൊപ്പം തന്നെ അതെല്ലാം കൃത്യമായി പ്രേക്ഷകരിലേക്ക് ഹണി എത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇപ്പോൾ സൈഫുന്നിസ സൂചിപ്പിച്ചതുപോലെ മണപ്പുറത്തെ തിരക്ക് തുടങ്ങാൻ പോകുന്നതേയുള്ളൂ. ഇതാ വൈകുന്നേരത്തെ ദീപാരാധനയ്ക്ക് ശേഷമായിരിക്കും അവിടെ തിരക്ക് കൂടി വരിക. ഇനി രാത്രി 12 മണി മുതൽ ബലിത്തറകൾ സജീവമാകും. ഇപ്പോൾ മണപ്പുറത്ത് കാത്തിരിക്കുന്ന ഭക്തരെല്ലാം നദീതീരത്തേക്ക് എത്തിച്ചേരും. അവിടെ ബലിതർപ്പണത്തിനായുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായിട്ടുണ്ട്. ഇനി നാളെ അമാവാസിയാണ്. അപ്പോൾ നാളെയും ഈ ബലിതർപ്പണം തുടരും. അതിൻ്റെ എല്ലാ ഒരുക്കങ്ങളും ആലുവ മണപ്പുറത്ത് പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് സൈഫുന്നിസ അലിയാറും ഹണി തങ്കപ്പനും പങ്കുവച്ചത്.